ഇന്ന് അടിയന്തരാവസ്ഥയുടെ 80-ാം വാർഷികമാണ്. അപ്പോൾ ഈ ഒരു വാർഷിക ദിനത്തിൽ ഒത്തുചേർന്നിരിക്കുകയാണ് ഒരുപറ്റം പഴയ രാഷ്ട്രീയ തടവുകാർ. ജയിൽ ഓർമ്മകളും അനുഭവങ്ങളും ഒക്കെ ആയിട്ട് അവരങ്ങനെ പഴയ ഓർമ്മകൾ പുതുക്കി. ജയിൽ പക്ഷികൾ എന്ന പേരിലായിരുന്നു ഈ കൂടിച്ചേരൽ ഒരുക്കിയത്. പിടിച്ചുകൊണ്ട് പോകുന്നതിന് തൊട്ട് മുമ്പുള്ള അനുഭവങ്ങൾ ഓഫറുകളാണ്. അതിലൊരു ഓഫർ, ഹൈക്കോടതി ജഡ്ജി ആകണോ, 10 വർഷം കഴിഞ്ഞിരിക്കുന്നു പ്രാക്ടീസ്, നിങ്ങൾ അതിന് യോഗ്യനാണ്, ഞാൻ നിങ്ങളെ ആക്കട്ടെ എന്നുള്ളതാണ്. ഇത് ചോദിക്കുന്നത് കേന്ദ്രമന്ത്രിയാണ്. അരനൂറ്റാണ്ട് പിന്നിട്ടെങ്കിലും ഇന്നും മങ്ങാതെ നിൽക്കുന്നുണ്ട് ഓരോരുത്തരുടെയും മനസ്സിൽ ആ ഇരുണ്ട കാലം. മുതിർന്ന CPM നേതാവ് KN രവീന്ദ്രനാഥിന്റെ ഇടപ്പള്ളിയിലെ വീട്ടിൽ ഒരിക്കൽ കൂടി അവർ ആ ഓർമ്മകളെ തടവറയിലാക്കി. KN രവീന്ദ്രനാഥ്, തമ്പാൻ തോമസ്, KA അലി അക്ബർ, MK കണ്ണൻ, MT കുര്യൻ, KP ജോബ്, ജോൺ ജോസഫ് എന്നിവർ ഓർമ്മകൾ പങ്കുവച്ചപ്പോൾ കേൾവിക്കാരനായി സാനുമാഷും. ഞാനൊക്കെ അറസ്റ്റ് ചെയ്ത് എന്നെ വിയ്യൂർക്ക് കൊണ്ടുപോകുന്നതിന് മുമ്പ് പോലീസിൻ്റെ ഒരു ക്യാമ്പിൽ ഞങ്ങളെത്തി. അവിടെ എത്തുമ്പോഴാണ് ലാറൻസ് ബാക്കിയുള്ളവരൊക്കെ ഉണ്ട് എന്ന് ഞാൻ അറിയണത്. ഇടപ്പള്ളിയിലുണ്ടായിരുന്നു ഒരു പോലീസ് കേന്ദ്രം, ആളുകളെ കൊണ്ടുവന്ന് പറപ്പിക്കുന്ന, കാലിലൂടെ ഇരുമ്പൊലക്കെ വെച്ച് തിരുമ്മി സത്യം പറയിപ്പിക്കുന്ന ആരും. എൻ്റെ ജീവിതത്തിൽ ആദ്യമാണ് കരത്തിൽ മൂത്രം ഒഴിച്ച് കൊണ്ടുപോയി കളയാന്നുള്ളത്. അപ്പോൾ ഒരു ദിവസം പാപ്പച്ച, ഒരു ദിവസം ഞാൻ കരത്തിലാണ് മൂത്രം, ടോയ്ലറ്റില്ല. തമ്പാൻ ഫൗണ്ടേഷന്റെ നേതൃത്വത്തിലായിരുന്നു ഒത്തുചേരൽ. കഴിഞ്ഞ 6 വർഷമായി ഈ ദിനത്തിൽ മുടങ്ങാതെ ഒത്തുചേരുന്നുണ്ട് ഇവർ. പഴയ ഓർമ്മകളിലേക്ക് പോകുമ്പോഴും ഇന്നത്തെ സാഹചര്യം അന്നത്തേതിലും വിഭിന്നമാണോ എന്ന ആശങ്കയും അവർ പങ്കുവയ്ക്കുന്നു. സഖാവ് രവീന്ദ്രനാഥിനെ സാക്ഷി നിർത്തിക്കൊണ്ട്, എൻ്റെ ജയിൽ സഹപ്രവർത്തകരെയും ജയിൽ പക്ഷികളെയും സാക്ഷി നിർത്തിക്കൊണ്ട് ഞാൻ നിങ്ങളോട് വിനയപൂർവ്വം അപേക്ഷിക്കുന്നു, ചെറുപ്പക്കാർ ഉണരുക, ഇന്നത്തെ യാഥാർത്ഥ്യബോധം ഉൾക്കൊണ്ടുകൊണ്ട് പോരാട്ടത്തിന് തയ്യാറാകുക. ആന്റണി ഗ്രീറിക്കൊപ്പം വിഷ്ണുപ്രകാശ്, മാതൃഭൂമി ന്യൂസ്, കൊച്ചി. ജയിൽ പക്ഷികൾ എന്ന പേരിലായിരുന്നു ഈ ഒരു കൂടിച്ചേരൽ. ആലോചിച്ച് നോക്കി എത്രമാത്രം അനുഭവങ്ങൾ, ഓർമ്മകൾ അവർക്ക് പങ്കുവയ്ക്കാനുണ്ടായിരിക്കും എന്നുള്ളത്. വിഷ്ണു പ്രകാശ് ചേരുന്നുണ്ട് നമുക്കപ്പം. വിഷ്ണു, ഒരുപാട് കഥകൾ ഇവർക്ക് പറയാനുണ്ടാകും. അതായത് ജയിലിൽ കഴിഞ്ഞ സമയത്തെ കഥകളും ആ ഓർമ്മകളൊക്കെ അവർ വീണ്ടും അയവിറക്കുമ്പോൾ എന്താണ് വിഷ്ണു അവിടെ കണ്ടത്? അടിയന്തരാവസ്ഥയുടെ 50-ാം വാർഷികത്തോടനുബന്ധിച്ചായിരുന്നു ഇന്ന് ജയിൽ പക്ഷികൾ എന്ന പേരിൽ അവരുടെ ഒരു ഒത്തുചേരൽ സംഘടിപ്പിച്ചത്. KN രവീന്ദ്രനാഥിന്റെ എറണാകുളത്തുള്ള വസതിയിലായിരുന്നു ആ ഒരു ഒത്തുചേരൽ. കഴിഞ്ഞ 6 വർഷങ്ങളായി തമ്പാൻ ഫൗണ്ടേഷന്റെ ആ ഒരു നേതൃത്വത്തിൽ ഇത്തരത്തിലൊരു ഒത്തുചേരൽ സംഘടിപ്പിക്കാറുണ്ട്. ഇക്കൊല്ലം അത് എറണാകുളത്തായിരുന്നു. മുൻപ് കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം മറ്റു ആളുകളുടെയൊക്കെ അവൈലബിലിറ്റി അനുസരിച്ചിട്ട് അതത് ജില്ലകളിലൊക്കെ ആയിരുന്നു നടന്നിരുന്നുള്ളത്. ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന വളരെ വിരളമായിട്ടുള്ള ആളുകളാണുള്ളത്. പലർക്കും പ്രായത്തിൻ്റെതായ ബുദ്ധിമുട്ടുകളുണ്ട്. അതെല്ലാം അലട്ടുന്ന ഒരു സന്ദർഭത്തിലും ബഹുഭൂരിപക്ഷം ആളുകളും ഒരാൾക്ക് മാത്രമാണ് എത്താൻ സാധിക്കാതിരുന്നത്. അദ്ദേഹം കോഴിക്കോടായതിനാൽ കോഴിക്കോട് ഇന്നത്തെ ദിവസത്തിൻ്റെ ഒരു പ്രത്യേകത കണക്കിലെടുത്ത് അവിടെ എത്തേണ്ട ഒരു സാഹചര്യം ഉള്ളതിനാൽ മാത്രമാണ് അദ്ദേഹത്തിന് എത്താൻ സാധിക്കാതിരുന്നത്. ബാക്കി എല്ലാവരും തന്നെ ഇന്നിപ്പോൾ എറണാകുളത്തോട്ട് എത്തിയിരുന്നു. അവരുടെ പ്രായസഹജമായിട്ടുള്ള വലിയ ബുദ്ധിമുട്ടുകളെല്ലാം ഉണ്ട്. പക്ഷേ അതെല്ലാം മറന്നു വെച്ച്, ഇല്ലെങ്കിൽ അതെല്ലാം മാറ്റിക്കൊണ്ടാണ് ഇന്നവർ ആ ഒരു ഓർമ്മ പുതുക്കുന്നതിനായി അവർ എത്തിയത്. ആ ഓർമ്മകൾ പറയുമ്പോൾ പോലും അവർക്ക് ആ ഒരു പ്രായത്തിൻ്റെ ആ ഒരു അവരുടെ ഒരു വയ്യായികളോ അതൊന്നും അതിലുണ്ടായിരുന്നില്ല. പകരം അന്ന് ആ അടിയന്തരാവസ്ഥ കാലത്ത് അവർ അനുഭവിച്ച ആ ഒരു ചുറുചുറുക്കോടെയാണ് ആ ഓർമ്മകളെല്ലാം അവരെല്ലാം വീണ്ടും അത് പുതുക്കിയെടുക്കുന്നത്. ഓരോരുത്തർക്കും ഓരോ കഥയാണ് പറയാനുള്ളത്. ഇപ്പോൾ രവീന്ദ്രനാഥിനെ സംബന്ധിച്ച് അദ്ദേഹം വിവാഹം കഴിഞ്ഞുള്ള ആ ഒരു നാളിലായിരുന്നു ഇത്തരത്തിൽ ഒരു അടിയന്തരാവസ്ഥ കാലത്ത് ജയിലിൽ അടയ്ക്കപ്പെടുന്നത്. അപ്പോൾ ഇന്നിപ്പോൾ ആ ഒരു വിശേഷം പങ്കുവയ്ക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യയും മകനും എല്ലാം ആ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. അത്തരത്തിൽ വളരെയേറെ നമുക്ക് കണ്ടു നിൽക്കുന്നവർക്ക് അന്നത്തെ ഒരു ഭീകരതയും എല്ലാം മനസ്സിലാവും. അതോടൊപ്പം അന്നത്തെ ആ ഒരു ഭീകരത അല്ലെങ്കിലും ഇന്ന് പറയുമ്പോൾ പലരും ചിരിച്ചും ആ ഒരു സന്തോഷത്തിലൊക്കെ ആണ് ആ ഒരു കാര്യങ്ങൾ ഓർമ്മ പുതുക്കുന്നത്. പക്ഷേ എന്നാൽ പോലും ആ ഒരു വലിയ ഭീകരത, ആ കാലഘട്ടത്തിൽ അവർ ജയിലിൽ അനുഭവിച്ച കാര്യങ്ങൾ, ജയിലിൽ അവർക്ക് ജയിൽ തടവുപുള്ളികളായി ചെല്ലുമ്പോൾ അവർ അവിടെ കണ്ട വലിയ വലിയ രാഷ്ട്രീയ നേതാക്കൾ, അതുപോലെ അവരുടെ ഒളിച്ചു താമസിച്ച കഥകൾ, അങ്ങനെ പലവിധ കഥകളാണ് അവർ ഇന്നിപ്പോൾ അവിടെ പങ്കുവച്ചത്. വലിയ രീതിയിലുള്ള ആളുകൾ അവിടേക്ക് എത്തിയിരുന്നു. അതായത് ഇപ്പോൾ വലിയ പബ്ലിസിറ്റി ഒന്നും ഇതിന് കൊടുത്തിരുന്നില്ല. പലരും പത്രത്തിൽ കണ്ടുമറിഞ്ഞ് ദൂരദേശങ്ങളിൽ നിന്ന് പോലും ഇപ്പോൾ പാലക്കാട് നിന്ന് ആളുകൾ വരെ ഇവിടെ എത്തിയിരുന്നു. എറണാകുളത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നുള്ള ആളുകളെല്ലാം ഇവരുടെ ഒരു സംഭാഷണം ഇല്ലെങ്കിൽ അവരുടെ ഒരു ഒത്തുചേരലിൻ്റെ കഥകൾ കേൾക്കാനായി എത്തിയിരുന്നു. അവരെല്ലാവരും ഒത്തുചേർന്ന് അവരുടെ അനുഭവങ്ങളെല്ലാം പങ്കുവച്ച് അങ്ങനെ വളരെ സന്തോഷപൂർവ്വം ആണ് അവർ പിന്നിട്ടത്. പക്ഷേ ആ ഒരു സന്തോഷത്തിൽ അവർ പിരിയുമ്പോഴും നിലവിൽ അന്നുണ്ടായ
ഉണ്ടായിരുന്ന ആ അടിയന്തരാവസ്ഥ കാലത്തെ അതിന് സമാനമായ അല്ലെങ്കിൽ അതിൽ നിന്നും ഇന്നത്തെ കാലത്ത് നേരിടുന്ന ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും അവർ അതിന് ഒരു ആശങ്കയായി പങ്കുവയ്ക്കുന്നുണ്ട്. അത് ഏത് തരത്തിലാണ് അന്ന് അടിയന്തരാവസ്ഥ പ്രഖ്യാപിത അടിയന്തരാവസ്ഥയാണെങ്കിൽ ഇന്നിപ്പോൾ അത്തരമൊരു പ്രഖ്യാപനമില്ലെങ്കിലും ഒരു തരത്തിൽ ആ അടിയന്തരാവസ്ഥയാണ്, ഇല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ആശങ്കയും അവർ പങ്കുവയ്ക്കുന്നുണ്ട്. അതിൻ്റെ വ്യാകുലതകളും എല്ലാം പങ്കുവച്ചുകൊണ്ടാണ് ഇപ്പോൾ അവർ ഇന്ന് ഈ ഒരു ഒത്തുചേരൽ അവസാനിപ്പിച്ച് മടങ്ങിയത്. കഴിഞ്ഞ ഒത്തുചേരലുണ്ടായിരുന്ന MM ലോറൻസ് അടക്കമുള്ള കുറച്ച് ആളുകൾ മരണപ്പെട്ടിരുന്നു കഴിഞ്ഞ ഈ ഒരു പരിപാടിയിൽ അവർക്കൊപ്പം ഉണ്ടായിരുന്ന അടിയന്തരാവസ്ഥ കാലഘട്ടം എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം ജനാധിപത്യത്തിന്റെ മൂല്യങ്ങളൊന്നും തന്നെ നടപ്പിലാക്കാൻ അനുവദിക്കാത്ത ഒരു ഇരുണ്ട യുഗം തന്നെയായിരുന്നു. അപ്പോൾ ആ കാലത്ത് പീഡനങ്ങളൊക്കെ അനുഭവിച്ച ആളുകളുടെ ഒരു ഒത്തുചേരൽ തന്നെയായിരുന്നു ഇതിൽ ഇന്ന് നടന്നത്. അപ്പോൾ അവരുടെ അനുഭവങ്ങൾക്ക് എത്രമാത്രം കാഠിന്യമുണ്ടാകും, ശക്തി ഉണ്ടാകും. കാരണം ആ പ്രതിസന്ധികളെയൊക്കെ തരണം ചെയ്തുകൊണ്ടാണ് അവർ ഇന്ന് ഇവിടെ ഇരുന്ന് സംസാരിക്കുന്നത്. അപ്പോൾ ആ ഓർമ്മകൾക്കും അവരുടെ ആ ഒരു പാഠവും അത് വളരെ വലുത് തന്നെയാണ്. എന്തായാലും അവരെല്ലാവരും ഒത്തുചേർന്ന് സന്തോഷത്തോടെ ആ കഥകളൊക്കെ ഇപ്പോൾ ഓർക്കുന്നു. അന്നത് വലിയ ദുഃഖമായിരുന്നു, പക്ഷേ ഇപ്പോഴും അവരതിനെപ്പറ്റി ആശങ്ക പങ്കുവയ്ക്കുന്നുണ്ട് എന്നുള്ളതാണ് വിഷ്ണുപ്രകാശ് നൽകിയ വിവരം.